അശ്വമലയാളത്തിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന പുതിയ എല്ലാ വ്യക്തികൾക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഞാൻ മധുസൂദന പണിക്കർ, അകത്തേത്തറ കളരിക്കൽ, പാലക്കാട്. എല്ലാ മിഥുനം രാശിക്കാർക്കും 2024 വർഷം ഒരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാവർക്കും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ വർഷം എന്തൊക്കെയാണ് ഗുണഫലങ്ങൾ എന്ന് നമുക്ക് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുന്ന പക്ഷം അതാത് കാലത്തിൽ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കാനും സഹായകമാകും. ബന്ധുമിത്രാദികൾക്ക് പ്രത്യേകിച്ച് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കാണാനായിക്കൊണ്ട് ശ്രമിക്കുക. ചാനൽ മെയിൻ പേജിൽ കയറി പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്യുന്ന പക്ഷം നമുക്ക് ആവശ്യമുള്ള എല്ലാ വീഡിയോയും കാണാവുന്നതാണ്. പ്രത്യേകിച്ച് @AstroMalayalam എന്ന് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുന്ന പക്ഷം തീർച്ചയായിട്ടും ചാനൽ മെയിൻ പേജിലേക്ക് പോകാൻ എല്ലാവർക്കും സഹായിക്കും. ജ്യോതിഷപരമായിട്ടുള്ള ചെറിയ സംശയങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന പക്ഷം മറുപടി കൊടുത്തു വരുന്നുണ്ട്. വിശദമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നേരിൽ വരുന്നവർക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് നേരിൽ വരാവുന്നതാണ്. ദൂരെയുള്ളവർക്ക് ഓൺലൈൻ വഴി കൺസൾട്ടേഷൻ മുതലായിട്ട് കാര്യങ്ങളെല്ലാം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അപ്പോൾ എല്ലാ മിഥുനം രാശിക്കാർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ 2024 വർഷം എന്തൊക്കെയാണ് നമുക്ക് ഗുണദോഷങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ 2024 പുതുവർഷം വളരെയധികം ഗുണമുള്ള ഒരു വർഷമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. വർഷത്തിൻ്റെ തുടക്കത്തിൽ ചെറിയ മനക്ലേശങ്ങളും ചില അപകടഭീതിയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും അത് മാറിക്കിട്ടാനുള്ള എല്ലാ യോഗങ്ങളും തീർച്ചയായിട്ടും കാണുന്നു. ക്രമേണ നമുക്കെല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവാനും, പ്രത്യേകിച്ച് ദേഹാരിഷ്ടതകളൊക്കെയാണ് തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത്. എങ്കിലും നല്ല ഒരു അഭിവൃദ്ധിയുള്ള ഒരു വർഷമായിട്ട് സൂചിപ്പിക്കുന്നു. പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളും തുടക്കത്തിൽ ചെറിയ ക്ഷതങ്ങളോ അപകടങ്ങളോ ഒക്കെ സംഭവിക്കാനുള്ള സാധ്യതകളും സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് ഉയർച്ചയുള്ള ഒരു വർഷമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ കർമ്മരംഗത്ത് അഭിവൃദ്ധിയും നമ്മൾ അർഹിക്കുന്ന സ്ഥാനമാനങ്ങളെല്ലാം വന്നു ചേരാനുള്ള സാധ്യതയും ഈ വർഷം സൂചിപ്പിക്കുന്നുണ്ട്. സാമ്പത്തികപരമായിട്ട് ഉയർച്ചയുള്ള ഒരു വർഷമായിട്ടും ഈ വർഷം പല മാറ്റങ്ങളും സംഭവിക്കും എന്ന് സൂചിപ്പിക്കുന്നു. പൊതുവെ ഭൂമി ലാഭം, ഗൃഹം, വാഹനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കാനും യോഗം കാണുന്നു. ചില വ്യക്തികൾക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ വരാം, അല്ലെങ്കിൽ ഗൃഹം മാറി താമസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരാം. ചിലർക്ക് ഒരു സ്ഥലം വിറ്റ് മറ്റൊരു ഭാഗത്തേക്ക് സെറ്റിലാവുന്ന സാഹചര്യങ്ങളും ഈ വർഷം സൂചിപ്പിക്കുന്നുണ്ട്. മാതാവിന് അല്പം അരിഷ്ടതകളും, സ്വന്തം ബന്ധങ്ങൾ അല്പം വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യങ്ങളും, സുഹൃത്തുക്കൾ മുഖാന്തരം ചില മനക്ലേശങ്ങൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളും ഈ വർഷമുണ്ട് എന്നുള്ള ഒരു സൂചന തരുന്നു. പക്ഷേ തൊഴിൽ മേഖലയിൽ ധാരാളം മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന ഒരു വർഷമായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഒരുപാട് നമ്മൾ ക്രയവിക്രയങ്ങളൊക്കെ നടക്കുക, പഴയത് കൊടുത്ത് പുതിയത് നമ്മൾ വാങ്ങിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പുതിയ ബിസിനസ് സംരംഭങ്ങൾ, പുതിയ പ്രവൃത്തി മേഖലകൾ, വിദേശ യോഗങ്ങൾ ഒക്കെ നമുക്ക് അഭിവൃദ്ധിക്ക് വരും എന്നുള്ള സൂചന തരുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള സാധ്യതകളും, പൊതുവെയുള്ള ഒരു സമാധാന അന്തരീക്ഷവും, അർഹിക്കുന്ന പദവികളും അംഗീകാരങ്ങളും നമ്മളെ തേടിവരുന്ന ഒരു സാഹചര്യങ്ങളും, വസ്തുവാഹന യോഗങ്ങളും ഈ വർഷം സൂചിപ്പിക്കുന്നുണ്ട്. കാർഷികപരമായിട്ടുള്ള എല്ലാ അഭിവൃദ്ധിയും, വാണിജ്യ വ്യവസായ രംഗത്ത് പ്രതീക്ഷിക്കുന്ന വളർച്ച കൈവരിക്കാൻ പറ്റുന്ന ഒരു വർഷമായിട്ടും, അതുപോലെ രാഷ്ട്രീയം, സാംസ്കാരിക മേഖലകളിൽ തീർച്ചയായിട്ടും വളർച്ച കൈവരിക്കാൻ പറ്റുന്ന ഒരു യോഗങ്ങളും ഈ വർഷമുണ്ട് എന്ന് സൂചിപ്പിക്കുന്നു. അർഹിക്കുന്നവർക്ക് പല അംഗീകാരങ്ങളും തേടി വരികയും
ചില അവാർഡുകളൊക്കെ നേടാനുള്ള സാഹചര്യങ്ങളും ഈ വർഷം സൂചിപ്പിക്കുന്നു. പൊതുവിഷയങ്ങളിൽ ഇറങ്ങി ചില അപവാദങ്ങൾ സൃഷ്ടിക്കാനും കേൾക്കാനും ഒക്കെ സാധ്യത ഈ വർഷം പറയുന്നുണ്ട്. അതുകൊണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നുള്ള സൂചനയും നമുക്ക് തരുന്നു. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതൽ ഇടപെടുന്നത് നമ്മൾ ശ്രദ്ധയോടുകൂടി വേണം എന്നുള്ളൊരു സൂചന തരുന്നു. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, മനക്ലേശങ്ങൾ ഒക്കെ ഉണ്ടാവാം. പൊതുവെ ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. ഉദരവ്യാധി, അതുപോലെ കണ്ണിന് അസുഖങ്ങൾ, ചിലർക്ക് പെട്ടെന്നുള്ള എന്തെങ്കിലും ക്ഷതങ്ങൾ, ചിലർക്ക് സർജറി പോലുള്ളതായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കടന്നു പോകാനുള്ള സാധ്യത പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. ത്വക്ക് രോഗങ്ങളും അതുപോലെ തന്നെ ദഹന വ്യവസ്ഥ തകരാറാവുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും, ഗ്യാസൊക്കെ ഫോം ചെയ്യുന്നതായിട്ടൊരവസ്ഥയും, മൂത്രാശയ രോഗങ്ങളും, ചിലർക്ക് സന്ധിവേദന മുതലായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഈ വർഷം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ നമ്മൾ ഫലപ്രദമാക്കുന്നതായിരിക്കും എന്ന് സൂചിപ്പിക്കുന്നു. വിവാഹ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള ഒരു വർഷമായിട്ടും സന്താനപ്രാപ്തിയും സന്താനക്ലേശങ്ങളെല്ലാം നീങ്ങി സന്താന ഉൽപ്പത്തിയും ഈ വർഷം ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ഉദ്യോഗാർത്ഥികൾക്ക് നല്ല ജോലിയിൽ പ്രവേശിക്കേണ്ടതായിട്ടുള്ള യോഗങ്ങളും, വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങളും ഈ വർഷം ഉണ്ടാവും എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ തന്നെ പൊതുവെയുള്ള ഒരു ദൈവാനുഗ്രഹമുള്ള ഒരു വർഷമായിട്ടാണ് ഈ വർഷം കടന്നു പോകുന്നത്. അപ്പോൾ വേണ്ട കാര്യങ്ങൾ നമ്മൾ തക്കതായിട്ടുള്ള സമയത്ത് പ്ലാൻ ചെയ്ത് ഇറങ്ങി പരിശ്രമിക്കുന്ന വർഷം തീർച്ചയായിട്ടും എല്ലാം കൈകൂടി വരും എന്നുള്ള സൂചന ഈ വർഷം നമുക്ക് തരുന്നു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകണം. അതാത് സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അപ്പപ്പുള്ള തീരുമാനങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകരുത്. എല്ലാത്തിനൊരു പ്ലാനിങ് വേണം എന്നുള്ള സൂചന തരുന്നു. അതേപോലെ തക്കതായിട്ടുള്ള തീരുമാനങ്ങൾ അതാത് കാലത്ത് ഇത് നമ്മൾ നിശ്ചയിക്കുന്നതായിട്ടുള്ള ചില തീരുമാനങ്ങൾ, അതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ വിജയത്തിൽ എത്തിക്കാൻ സഹായിക്കും എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ പല മാറ്റങ്ങളും ഈ വർഷം നമുക്ക് സംഭവിക്കും. എല്ലാ കാര്യങ്ങൾക്കും നമുക്കൊരു ദൈവാനുഗ്രഹമുള്ള ഒരു വർഷമായിട്ടും ഈ വർഷം കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഈശ്വര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും ധർമ്മകാര്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ദൂരദേശയാത്രകളും തീർത്ഥാടനങ്ങളൊക്കെ ഈ വർഷം നമുക്ക് പ്രദാനം ചെയ്യും എന്ന് സൂചിപ്പിക്കുന്നു. അവരവരുടെ ഉപാസന കാര്യങ്ങളിലും ഒക്കെ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ധർമ്മകാര്യങ്ങൾക്ക് അല്പം സമയം ചെലവഴിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ അശരണർക്കും അഗതികൾക്കും നമ്മൾ അകമഴിഞ്ഞ സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നതും ചാരിറ്റിയൊക്കെ ചെയ്യുന്നതും ധർമ്മകാര്യങ്ങൾക്ക് ഇറങ്ങുന്നതും ഈ വർഷം വളരെയധികം നമുക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള കാര്യങ്ങളായിട്ട് വരും എന്നുള്ള സൂചന നമുക്ക് തരുന്നുണ്ട്. എന്തായാലും നമുക്ക് ഗുണകരമായിട്ടുള്ള ആരോഗ്യസ്ഥിതി മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എങ്കിലും മറ്റു കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് വരാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. എല്ലാവരും അവരവരുടെ ജാതകങ്ങൾ കൂടിയൊക്കെ പരിശോധിക്കുക. അതാത് കാലത്ത് വേണ്ടതായിട്ട് പ്രാർത്ഥനകളും വഴിപാടുകളും ദോഷപരിഹാരങ്ങളും കൂടി ചെയ്തു പോകുന്ന പക്ഷം നമുക്ക് ഏറെക്കുറെ ദോഷങ്ങളെല്ലാം നീക്കി ദൈവാനുഗ്രഹവും കാര്യങ്ങൾക്ക് വിജയവും അതൊക്കെ ഉണ്ടാക്കാനായി കൂടി സഹായിക്കും എന്ന് പ്രത്യേകിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെയാണ് മിഥുനം രാശിക്കാർക്ക് ഈ വർഷം നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള പൊതുഫലങ്ങൾ. അപ്പോൾ ഇത്തരം അറിവുകൾ എല്ലാ മിഥുനം രാശിക്കാർക്കും ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ബന്ധുമിത്രാദികൾക്ക് ഷെയർ ചെയ്യാനും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. അതാത് കാലത്ത് വരുന്ന മാസഫലങ്ങളും മറ്റുമൊക്കെ കാണാനെ കൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തുക. എല്ലാവർക്കും അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ദൈവാനുഗ്രഹങ്ങളും ദീർഘായുസ്സും ഉണ്ടാവട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണുമ്പോഴേക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം.